there is an equal and opposite reaction. നമ്മൾ നിസ്സാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ പെട്ടെന്ന് നമുക്കൊരു നേട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നു. ആ ലഭിക്കുന്ന കാര്യത്തിൽ അമിതമായി അടുത്ത നിമിഷം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദിനേന ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ്. ആഹ്ലാദിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തത്തുല്യമായ ദുഃഖവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് വാർത്തയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൂല്യം എന്നുള്ളത് നിർവചനാതീതമായിട്ടുള്ള ഒരു വാക്കാണ്, വ്യാഖ്യാനങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് മൂല്യം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. എല്ലാവർക്കും 100% കുറ്റമറ്റതായും പൂർണ്ണമായും മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക അസാധ്യമാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായും ദൈവതുല്യരാണ്. കാരണം മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായും സഹജമായിട്ടുള്ള വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. ആ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചയും അല്ല ഞാൻ ഈ സൂചിപ്പിച്ച മൂല്യരഹിതമായിട്ടുള്ള പ്രവർത്തനം. ബോധപൂർവമായ അമിതമായ പിഴയുടെ ആഗ്രഹത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നാശത്തിൽ നിന്നാണെങ്കിൽ എന്റെ വളർച്ചയുണ്ടാകണമെന്നുള്ള ഉത്കടമായ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ, അമിതമായ ആർത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ശാശ്വതമല്ല, അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തിനും സമാധാനത്തിനും വഴി നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ക്ലേശവും പ്രയാസത്തേക്കുമാണ് നമ്മൾ നയിക്കുന്നത് എന്നുള്ളതാണ് വസ്തു. ഈ മൂല്യബോധം, ഈ സനാതന ബോധം, ഈ ധാർമ്മിക ബോധം വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ് ഇന്ന് നാളെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന മൂല്യബോധത്തെയാണ്. എന്റെ അഭിപ്രായത്തിൽ എന്തെല്ലാം വളർച്ചയും നേട്ടവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായാലും, ഇപ്പൊ നിങ്ങളൊക്കെ വായിച്ചതാണ് ഫ്രാൻസിൽ നടന്ന അല്ലെങ്കിൽ ലോക ശാസ്ത്രജ്ഞന്മാരുടെ സംയുക്ത അടിസ്ഥാനത്തിൽ നടന്ന പരീക്ഷണം പത്രങ്ങളിൽ നിന്ന് വായിച്ചതാണ്, ദൈവകൈരത്തിന്റെ പേരിൽ വായിച്ചിട്ടുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ശാസ്ത്രലോകം കണ്ടെത്തിയാൽ പ്രപഞ്ചത്തിന്റെ സനാതനമായിട്ടുള്ള ഒരു സത്യമുണ്ട്. ആ സത്യത്തെ ലംഘിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഏത് പ്രവൃത്തി നടത്തിയാലും തക്കമായ വിപരീത തിരിച്ചടി കിട്ടുമെന്നുള്ള ന്യൂട്ടന്റെ സിദ്ധാന്തം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഈ പ്രപഞ്ചത്തോടൊപ്പം തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ അഹങ്കാരവും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മാനസികാവസ്ഥയും അധാർമികമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള നമ്മുടെ താല്പര്യവും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനെന്റെ ഇത് പ്രശ്നം ദീർഘിപ്പിക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഇതിന്റെ ഭാഗമായി എടുക്കുന്നുണ്ട്. എനിക്ക് വിനയപുരസ്സരം പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരോട് അഭ്യർത്ഥിക്കാതെ ഈ മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സനാതനമായിട്ടുള്ള ബോധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അധാർമികതയിലൂടെയാണെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ ആർജിച്ചാൽ ആ സമ്പത്ത് സർവ്വതിന് പരിഹാരമായിട്ടുള്ള വികലമായ ചിന്തയ്ക്ക്, വിധ്വംസകമായിട്ടുള്ള ചിന്തയ്ക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വാധീനം വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് അഖില കേരള ഭാരതൻ സഖ്യം പോലെയുള്ള ധാർമ്മിക ബോധമുള്ള, സനാതന ബോധമുള്ള, മൂല്യബോധമുള്ള പ്രസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം, ചുമതല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യബോധങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യം. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഞാൻ എ അല്ലെങ്കിൽ ബി എന്നൊന്നും പറയുന്നില്ല. ഇന്ന് പൊതുവെ രാഷ്ട്രീയ രംഗത്തായാലും അവരെല്ലാ മേഖലയും, രാഷ്ട്രീയ രംഗത്ത് മാത്രം സൂചിപ്പിക്കാമെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം അത്രയേറെ സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ് ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയും ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റവും ഇന്ത്യൻ ഗവേണൻസും ഒക്കെ അത്രത്തോളം ട്രാൻസ്പെറന്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ലെവലിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റു പല സ്ഥലങ്ങളിൽ നടക്കുന്ന ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതി, കറപ്ഷൻ,
ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്ര ശരീരത്തെ കാർന്നു നിൽക്കുന്ന ക്യാൻസർ രോഗം വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അഴിമതി എന്ന ഭീകരരൂപം ദുർഭൂതം ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ തന്നെ വർഗീയത, വിശ്വാസം. നമ്മുടെ ഈ ഇടവക അംഗണത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ചർച്ച നടന്നത്. വിശ്വാസം തീർച്ചയായും നല്ലതാണ്, ഒരു സംശയം ഉണ്ടാക്കാൻ. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങളുടെ ഉള്ളവ കൂടിയാണ് മനുഷ്യൻ. ആ സഹജമായിട്ടുള്ള ഇൻഹറന്റ് വീക്ക്നെസ്സസ് നിന്നൊക്കെ രക്ഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവന് പ്രയാണത്തിന് ധാർമ്മികമായ ശക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിശ്വാസത്തിന് വലിയ പങ്ക് ആ കാര്യത്തിൽ നിർവഹിക്കാൻ. അതുപോലെ ആശ്വാസത്തിന്റെ അത്താണിയായി മാറാൻ പലപ്പോഴും വിശ്വാസത്തിന് കഴിയുന്നതാണ്. സംഘർഷഭരിതമായിട്ടുള്ള മനസ്സ്, കലുഷിതമായിട്ടുള്ള മനസ്സിനെ ശാന്തതയുള്ള പീഡകളിലേക്ക് നയിക്കാൻ പര്യാപ്തമായി വിശ്വാസം ഒരു വലിയ ഔഷധമായി അത്തരം സന്ദർഭം പ്രയോജനപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പൊ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഞാൻ പറയുവാൻ ആഗ്രഹിച്ചു, വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഈ യുടെ പേരിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയത, ആ വർഗീയത ഇപ്പോൾ വളർന്നു വരുന്നതായി തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തലങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും സാമൂഹിക വ്യവസ്ഥയെയും തകർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണം. അത് പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, സത്യത്തിൽ പൊതുവെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, കറപ്ഷൻ, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണലിസം എന്നൊക്കെ പൊതുവായി ചേർത്ത് പറയുന്നെങ്കിൽ പോലും ക്രിമിനൽ വൽക്കരണം എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം. ഈ അരിനല്ലൂർ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല സംഘർഷങ്ങളുടെയും കാരണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട്, മണലിന്റെ കാര്യത്തിൽ, ഭൂമിയുടെ കാര്യത്തിൽ, ഇതൊക്കെ ആ തരത്തിൽ എല്ലാ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ വൽക്കരണം, ഇതിനൊക്കെ അതീതമായി ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഴിമതിക്കും വർഗീയതയ്ക്കും അതുപോലെ തന്നെ ക്രിമിനൽ വൽക്കരണത്തിനും ഒക്കെ എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വന്നെങ്കിൽ മാത്രമേ ഭാവി ശോഭന്മാർക്ക് മാറ്റാൻ കഴിയൂ. അതൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെതിരായിട്ടുള്ള തിരിച്ചറിവ്, ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനം, ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം, മൂല്യങ്ങളുടെ സംസ്ഥാപനത്തിനും പുനരുജ്ജീവനത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതിന് പോരാട്ടങ്ങളും വേണ്ട. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമുക്ക് സ്വീകരിക്കാനും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് മാതൃകയായി തീരും. ഇപ്പോ കുമാരി ആര്യാദേവി നിങ്ങളുടെ ലീഡറായി സംസ്ഥാന തലത്തിലെ ഭാരവാഹിയാണ്. തീർച്ചയായും കുമാരി ആര്യ ബാലജന സഖ്യത്തിലെ കൂട്ടുകാർക്ക് മാതൃകയായി. ഇവിടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം എബിൻ അവരുടെ പോലാണ്. വളരെ ഭംഗിയായി 5 മിനിറ്റ് നേരം നല്ല ഭംഗിയായി മൂല്യത്തെ സംബന്ധിച്ചും മൂല്യബോധത്തെ സംബന്ധിച്ചും ഹ്രസ്വമെങ്കിലും നന്നായി സംസാരിച്ചു. സത്യത്തിൽ ഞങ്ങൾക്കൊന്നും നാട്ടിൻപുറത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസരം ആകെ ഉണ്ടായിരുന്ന വായനശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ്. ഇത്തരത്തിലൊരു പ്രോത്സാഹനവും പ്രചോദനവും അതിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന്റെ രക്ഷകർത്തൃത്വം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അവസരങ്ങളെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും വേണം. അവിടെ ആവർത്തിച്ചു പറയുന്നു, ആത്യന്തികമായിട്ടുള്ള വിജയം, ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പ് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സനാതനമായിട്ടുള്ള അത്തരം മൂല്യങ്ങളുടേതുമായിരിക്കും ആത്യന്തികമായിട്ടുള്ള വിജയം. അതിന്റെ റോൾ മോഡൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പരമ്പരയെ പരിശോധിച്ചാൽ നമുക്കറിയാം. ക്രിസ്തുദേവൻ തന്നെ ക്രൂശിലേറ്റപ്പെട്ടു. അന്നത്തെ ചൂഷണത്തിനെതിരായി, അന്നത്തെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതുപോലെ കനത്ത കൊടിയ ചൂഷണത്തിനെതിരായി ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായി ക്രിസ്തുദേവൻ ക്രൂശിലേറ്റപ്പെട്ടു എന്നുണ്ടെങ്കിൽ മൂന്നാം പക്കം ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വലിയ സത്യം തന്നെ ആത്യന്തികമായിട്ടുള്ള വിജയം സനാതനമായ മൂല്യങ്ങളുടേതാണ് എന്ന ഏറ്റവും വലിയ സന്ദേശമാണ്
ഉയർത്തെഴുന്നേൽപ്പിലൂടെ ക്രിസ്തുദേവൻ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം. കൊടിയ മർദ്ദനങ്ങൾ, ചാട്ടവാറടിയേറ്റ് ചോര പൊട്ടി ഒലിക്കുമ്പോഴും കുരിശേന്തി നടക്കുമ്പോഴുമൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹസിക്കപ്പെടുമ്പോഴും അപകീർത്തിപ്പെടുമ്പോഴുമൊക്കെ ആ യാതനയും വേദനയും ഒക്കെ സഹിച്ച് കുരിശിലേറ്റപ്പെട്ട് കഴിയുമ്പോഴും മൂന്നാം പക്കം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് സത്യത്തിന്റെയും സനാതനമായ മൂല്യങ്ങളുടെയും ദർശനത്തിൻ്റെതാണ് ആത്യന്തികമായിട്ടുള്ള വിജയമെന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് ലോകത്തിന് ലഭിച്ചതെന്നുണ്ടെങ്കിൽ പ്രതിസന്ധികളുണ്ടാകും സത്യത്തിന്റെ വഴിയെ നടന്നു പോകുന്നവർക്ക്. മഹാത്മജി നേരിട്ട ജീവിത പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ വായിക്കണം. പക്ഷെ ഇന്നും മഹാത്മജി അന്തരിച്ച് വർഷങ്ങൾ, ദശാബ്ദങ്ങൾ, 6 പതിറ്റാണ്ട് പിന്നിട്ടതിന് ശേഷവും എന്റെയും നിങ്ങളുടെയും തലമുറ മഹാത്മജി ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളതാണ് നമ്മുടെ ജീവിത കാലഘട്ടം. ആ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ ജീവിതം അത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പറയും. ആ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ നാം നമ്മുടെ ജീവിതം സമ്പന്നമായി